ഹായ് ഓൾ. ഇന്റർവ്യൂവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളുമായി വീണ്ടും ഞാൻ വന്നിരിക്കുകയാണ്. ഏവർക്കും PSC ലൈഫ് ടോക്സിലേക്ക് സ്വാഗതം. ഒരുപാട് ചോദ്യങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതിൻ്റെ എല്ലാം ഉത്തരങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഒരുപാട് ലെങ്തി ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾ പ്രിഫർ ചെയ്യുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് 6-7 ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ചെറിയ ചെറിയ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. എവർക്കും യൂസ്ഫുൾ ആകും എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. ചോദ്യങ്ങളിലേക്ക് കിടക്കാം. ആദ്യത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ച ചോദ്യമാണ് കൈറ്റിൻ്റെ ഫുൾ ഫോം. കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ. കേരള ഇൻഫ്രാസ്ട്രക്ചർ ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ എന്നതാണ് കൈറ്റിൻ്റെ ഫുൾ ഫോം. മറ്റൊരു പ്രധാന ചോദ്യം സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസം. സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസം എന്നത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, റിപ്പീറ്റ് ചെയ്തു വന്ന ചോദ്യമാണ്. മാനസിക, ശാരീരിക, ഭൗതിക വളർച്ച ലക്ഷ്യം വയ്ക്കുന്ന ഒരു സമീപനമാണ്. കുട്ടികൾക്ക് പൂർണ്ണമായിട്ടുള്ളൊരു വളർച്ച നേടിയെടുക്കാനായിട്ടുള്ളൊരു പദ്ധതി. ഇതാണ് സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസം എന്നുള്ളത്. കുട്ടിക്ക് ആത്മവിശ്വാസം, സ്വയം നിയന്ത്രണം, സഹനശേഷി എന്നിവ നേടിയെടുക്കുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിനെപ്പറ്റി വളരെ ലെങ്തി ആയിട്ടുള്ളൊരു ഉത്തരം മുൻപ് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാണ് ചുരുക്കി പറഞ്ഞത്. മറ്റൊരു ചോദ്യം, കേരളത്തെ പറ്റി ഒന്നും അറിയാത്ത 2ാം ക്ലാസ്സിലെ കുട്ടിക്ക് ഈ ആശയം എങ്ങനെ പരിചയപ്പെടുത്താം? 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് പെട്ടെന്ന് കേരളം എന്ന് പറഞ്ഞ് ഒരു ഐഡിയ കൊടുത്താൽ ചിലപ്പോൾ ആ കുട്ടിക്ക് കിട്ടണമെന്നില്ല. പ്രത്യേകിച്ച് 2ാം ക്ലാസ്സിൽ തന്നെ എനിക്ക് തോന്നുന്നു ടെക്സ്റ്റിൽ കേരളത്തെ പറ്റിയൊരു പദ്യമൊക്കെ ഉണ്ട്. പെട്ടെന്ന് കേരളത്തിലെ ഒരുപാട് കാര്യങ്ങൾ വർണ്ണിച്ചുകൊണ്ടുള്ള ആ പദ്യം കുട്ടി പഠിക്കുന്നുണ്ടെങ്കിൽ പോലും കേരളം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട് എന്ന് മാത്രമേ കുട്ടി മനസ്സിലാക്കുന്നുള്ളൂ. എന്നാൽ കേരളത്തെ പറ്റി കറക്റ്റായിട്ട് ഒരു ആശയം, കൃത്യമായ ആശയം കുട്ടിയിലേക്ക് എത്തിക്കാനായിട്ട് പെട്ടെന്ന് ആ ഒരു പദ്യം പഠിപ്പിച്ചാൽ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കുട്ടിയെ ആദ്യം തന്നെ കുട്ടിയുടെ സ്ഥലം, വിദ്യാലയം ചെയ്യുന്ന സ്ഥലത്തെ പറ്റി കുട്ടി ആദ്യം ബോധവാനായിരിക്കണം. അതിനെ തുടർന്ന് കുട്ടിയുടെ ജില്ല, തുടർന്ന് മാത്രമേ കുട്ടിയോട് കേരളം എന്നൊരു സംസ്ഥാനത്തെ പറ്റിയിട്ട് പറയാൻ പറ്റുള്ളൂ. അപ്പൊ അവിടെ തന്നെ നമുക്ക് കേരളത്തിന്റെ മലയാള ഭാഷയെ ഉയർത്തിക്കൊണ്ടുവന്നത്, ഭാഷ എന്നുള്ളത് മലയാളമാണെന്ന് അത് അവർക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ആ ഭാഷ നമ്മൾ ഉപയോഗിക്കുന്നത് എവിടെയാണ്? നമ്മൾ കുറച്ച് ദൂരെ ഏതെങ്കിലും ഒരു സ്ഥലം, ഇപ്പോൾ ഊട്ടി, അതല്ലെങ്കിൽ കൊടൈക്കനാൽ, അങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ അവരോട് പറഞ്ഞാൽ അവർക്ക് അറിയാവുന്ന സ്ഥലങ്ങളാണ്. അപ്പോൾ അവിടെയൊക്കെ പോകുമ്പോൾ മലയാളം തന്നെയാണോ പറയാറ് എന്നൊക്കെ ചോദിക്കാം. അപ്പോൾ തീർച്ചയായിട്ടും അവർക്കറിയാം അതല്ല ഭാഷ എന്നുള്ള കാര്യം അവർക്കറിയാം, തമിഴ് എന്ന ഭാഷയാണ്. അപ്പോൾ നമ്മളെയും കുറച്ച് അകലെ മാത്രം ചെയ്യുന്ന ആ ഒരു സ്ഥലത്തെയും മാറ്റാനായിട്ടുള്ള അല്ലെങ്കിൽ വ്യത്യാസം ഒരു പ്രധാന കാരണം മലയാളം എന്നുള്ള ഭാഷയാണ്. ഈ മലയാളം ഭാഷ സംസാരിക്കുന്ന ആളുകളൊക്കെ കൂടിച്ചേർന്നിട്ടുള്ള സ്ഥലമാണ് കേരളം എന്ന് പറയുന്നത്. എന്നിങ്ങനെ കുട്ടിക്ക് അറിയാവുന്ന കാര്യങ്ങളുമായിട്ട് കുട്ടിയുടെ മുന്നറിവുമായി ബന്ധപ്പെടുത്തി കണക്ട് ചെയ്തുകൊണ്ടായിരിക്കണം കേരളം എന്നുള്ളൊരു ആശയത്തിലേക്ക് എത്തിച്ചേരേണ്ടത്. ഇത്തരത്തിൽ നിങ്ങൾക്ക് ചിലപ്പോൾ വേറെ ഏതെങ്കിലും ഐഡിയാസ് അറിയാമെങ്കിൽ അതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് കേരളം എന്ന ആശയത്തിലേക്ക് 2ാം ക്ലാസ്സിലെ ആ കുട്ടീനെ എത്തിച്ചതിന് ശേഷം മാത്രം കേരളം എന്നൊരു ടോപ്പിക് കുട്ടിക്ക് മുമ്പിൽ അവതരിപ്പിക്കുക. അതിനോട് ചേർന്ന് തന്നെ കേരളത്തിലെ നദികൾ എത്ര എണ്ണമുണ്ട് എന്നും കേരളത്തിലെ ഏതെങ്കിലും നദികളുടെ പേര്, 2-3 നദികളുടെ പേര് പറയാനൊക്കെ ആ കാൻഡിഡേറ്റ്സിനോട് ചോദിച്ചു എന്ന് പറയുകയുണ്ടായി. തുടർന്ന് ചോദിച്ച ചോദ്യമാണ് കണ്ടീഷനിങ് എന്നുള്ളൊരു ഐഡിയയെ പറ്റി. ഉദ്ദീപനം, പ്രതികരണം, ഇത് തമ്മിലുള്ള ബന്ധം, ഇതിനെയൊക്കെയാണ് സ്കിന്നർ അദ്ദേഹത്തിൻ്റെ ആശയത്തിലൂടെ പറഞ്ഞത്. ഇതിനെപ്പറ്റി വളരെ റെയറായിട്ടാണ് ചോദിച്ച് കാണുന്നത് എങ്കിൽ പോലും സ്കിന്നറിൻ്റെ ഐഡിയയെ പറ്റി ഓൾറെഡി മുമ്പ് ചോദിച്ചിരുന്നു. കണ്ടീഷനിങ്ങിനെ പറ്റിയിട്ട് ചോദിച്ചിരുന്നില്ല. കണ്ടീഷനിങ് എന്ന് പറയുന്ന ആരുടെ ഒരു കൺസെപ്റ്റ് ആണ് എന്ന് ചോദിച്ചു. സ്കിന്നറിന്റെ തന്നെ ഉദ്ദീപനം, പ്രതികരണം എന്നുള്ളൊരു ടോപ്പിക് കൂടി അദ്ദേഹത്തിന്റെ ഒരു സംഭാവനയാണ്. ക്ലാസിക്കൽ കണ്ടീഷനിങ്, ഓപ്പറന്റ് കണ്ടീഷനിങ് എന്നുള്ള ആശയങ്ങളും സ്കിന്നറിൻ്റെതാണ്. അത് നമ്മൾ അറിഞ്ഞു വയ്ക്കുക. കാരണം
കണ്ടീഷനിങ് എന്നൊരു ചോദ്യം ചോദിച്ചാൽ തീർച്ചയായിട്ടും അതിനോട് റിലേറ്റ് ചെയ്ത പല ചോദ്യങ്ങളും നമ്മളോട് ചോദിക്കാൻ സാധ്യതയുണ്ട്. അതിനെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും ജസ്റ്റ് ഒന്ന് വായിച്ച് ഇരിക്കുക. ഒരു കുട്ടിയുടെ ഒരു ഗുഡ് വർക്ക് ടീച്ചർ പ്രശംസിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു വർക്ക് തുടർച്ചയായിട്ട് ടീച്ചർ 3-4 വട്ടം പ്രശംസിച്ചു കുട്ടി ചെയ്തു വന്നതിനെ. എങ്കിൽ ഒരു 5ാമത്തെ പ്രാവശ്യം ആ കുട്ടി ആ ഒരു വർക്ക് ചെയ്താൽ ആ കുട്ടിക്ക് സ്വന്തമായിട്ട് തന്നെ ഒരു അഭിമാനം തോന്നും, ഞാൻ ചെയ്തത് ശരിയായിട്ടുണ്ട്. അത് കണ്ടു കഴിഞ്ഞാൽ തന്നെ, കാരണം റിപ്പീറ്റഡ് ആയിട്ട് ടീച്ചർ ആ കുട്ടീനെ പ്രശംസിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ഐഡിയ ആണ് ക്ലാസിക്കൽ കണ്ടീഷനിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ ഓപ്പറന്റ് കണ്ടീഷനിങ്, തുടർന്ന് പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ്, നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ്, ഇത് രണ്ടും തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിച്ച ചോദ്യങ്ങളാണ്. തീർച്ചയായിട്ടും ഇതിനെപ്പറ്റി എല്ലാം തന്നെ നമ്മൾ നോക്കിയിട്ട് വേണം ഇന്റർവ്യൂവിന് പോകാൻ. ഇതിനെ തുടർന്ന് ചോദിച്ച മറ്റൊരു ചോദ്യമാണ്, ഇന്നത്തെ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് എന്തിനെ ബേസ് ചെയ്തിട്ടാണ്, ഏത് ആശയത്തെ ബേസ് ചെയ്തിട്ടാണ് ഉള്ളത് എന്നത് കൺസ്ട്രക്റ്റിവിസം ആണ്. അതുപോലെ സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം എന്നത് വൈഗോട്സ്കിയുടേതാണ്. എന്നീ ആശയങ്ങളും ഇതിനോട് ചേർന്ന് ചോദിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും സൈക്കോളജിയിൽ എഡ്യൂക്കേഷൻ എന്ന ഭാഗമായി ബന്ധപ്പെട്ട് വരുന്ന പോർഷൻസ് എല്ലാം തന്നെ ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്തിട്ട് മാത്രം നമ്മൾ ഇന്റർവ്യൂവിന് പോവുക. മറ്റൊന്ന്, ക്ലാസ് മുറി എങ്ങനെ ഒരു പഠന ഉപകരണമാക്കാം എന്ന ചോദ്യമാണ്. ക്ലാസ് മുറിയിൽ പഠന ഉപകരണം ഇല്ല എന്ന് വിചാരിക്കുക. എങ്കിൽ ക്ലാസ് മുറിയെ ഏതെല്ലാം വിഷയങ്ങൾക്ക് നമുക്ക് പഠന ഉപകരണമാക്കി മാറ്റാം എന്ന ചോദ്യമാണ് മറ്റൊരു ചോദ്യം ചോദിച്ചത്. തീർച്ചയായിട്ടും ഒരു പരിസര പഠനം ക്ലാസ് എടുക്കുകയാണെങ്കിൽ ഒരു മുറിയിൽ എന്തെല്ലാം വസ്തുക്കളുണ്ട് എന്ന ചോദ്യത്തിന് നമ്മുടെ ക്ലാസ് മുറിയെ തന്നെ ഒരു എക്സാമ്പിളായിട്ട് എടുത്ത് നമുക്ക് പറയാം, കുട്ടികളോട് ചോദിക്കാം. കുട്ടികൾക്ക് ക്ലാസ് മുറിയിലെ വസ്തുക്കളെല്ലാം തന്നെ മേശ, കസേര, ഇതെല്ലാം തന്നെ ഉത്തരങ്ങളായിട്ട് പറയാം. മറ്റൊന്ന്, മാത്സുമായിട്ട് റിലേറ്റഡ് ആയിട്ടാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത്. മാത്സില് നമുക്ക് അളവുകൾ ഇതെല്ലാം തന്നെ, ഡെസ്ക്, ബെഞ്ച്, അതുപോലെ നമ്മൾ ടീച്ചറുടെ ഡെസ്ക്, ടേബിളിൻ്റെ ഉയരം, അതുപോലെ നീളം, വീതി, ഇതൊക്കെ കണ്ടെത്താനായിട്ട് സാധിക്കും. ഇതെല്ലാം തന്നെ നമ്മൾ ചെയ്തു വരുന്ന പ്രവർത്തനങ്ങളാണ്. അപ്പം മാത്സ് എന്ന സബ്ജക്റ്റിനും ക്ലാസ് മുറിയെ ഒരു പഠന ഉപകരണമായിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഇതല്ലാതെ നിങ്ങൾക്ക് വേറെ പെട്ടെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് ഈ 2 നിങ്ങൾക്ക് ഇതല്ലാതെ വേറെ ഏതെങ്കിലും ഉത്തരങ്ങൾ അറിയാമെങ്കിൽ താഴെ കമന്റ് ചെയ്യുക. ഇത്രയും ചോദ്യങ്ങളാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. എവർക്കും ഉപകാരപ്രദമാകും എന്ന് വിശ്വസിക്കുന്നു. നല്ലൊരു ഇന്റർവ്യൂ നിങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി.